ജില്ലയിൽ പച്ചക്കറി ഉൾപ്പെടെ വിൽക്കുന്ന ഹോൾസെയിൽ വ്യാപാരികൾ പർച്ചേസ് ബിൽ സൂക്ഷിക്കാതിരിക്കുക, കണക്കുകൾ സൂക്ഷിക്കാതിരിക്കുക, ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് നിയമാനുസൃത ബിൽ നൽകാതിരിക്കുക, സ്റ്റോക്ക്, വിലവിവര പട്ടിക എന്നിവ പ്രദർശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയുടെ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഹോൾസെയിൽ വ്യാപാരികൾ പർച്ചേസ് ബില്ല് സൂക്ഷിക്കാതിരിക്കുക, കണക്കുകൾ സൂക്ഷിക്കാതിരിക്കുക, ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് നിയമാനുസൃതമായ ബില്ല് നൽകാതിരിക്കുക, സ്റ്റോക്ക്, വിലവിവര പട്ടിക എന്നിവ പ്രദർശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയുടെ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്, കൃഷി വകുപ്പ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഉപഭോക്താക്കൾക്ക് നിയമാനുസൃത ബില്ല് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും ഉദ്യോഗസ്ഥരോട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇത് പരിശോധിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്രകാരം നിയമപ്രകാരമല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്കെതിരെ അവശ്യ സാധന നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതും നിയമലംഘനം തെളിയുന്ന കേസുകൾ കോടതിക്ക് കൈമാറുന്നതുമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. CDN ന്യൂസ്, കായംകുളം.